ഹായ് ഗായ്സ്, എല്ലാവർക്കും മോട്ടോസ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2020 സുബാറു WRX സ്പോർട്ട് ടെക് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതിന് സുബാറു എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഞാൻ ഇതിനെ സുബറു എന്നാണ് പറയാറ്, ചിലർ ഇതിനെ സുബാറു എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ കുറച്ച് പാർട്സിൽ നിന്ന് തന്നെ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സുബാറുവിൻ്റെ ഒരു എംബ്ലം കാണാം, അതുപോലെ തന്നെ ഒരു ഹണിക്കോമ്പ് ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ അവിടെ ഒരു WRX എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇത് രണ്ടാമത് വെച്ചതാണ്. നമുക്കിവിടെ ഫോഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ്സിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് റെസ്പോൺസീവ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്, ഫുള്ളി LED അല്ല. നമ്മളിവിടെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫ്രണ്ട് ലിപ്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വണ്ടിയിലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ സൈഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതിനുള്ള പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഓൺ ദ വേ ആണ്. അത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിന് മുന്നേ ഞാൻ എടുക്കേണ്ട സാഹചര്യം വന്നു. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു ക്യാൻഡി ഗോൾഡൻ അലോയ്സ് ആണ്, ഒരു 18 ഇഞ്ച് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ടയറിൽ ഇതിന്റെ സസ്പെൻഷൻ മാറ്റിയിട്ട് തൽക്കാലത്തേക്ക് കോയിൽ ഓവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ലോവേർഡ് ആണ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിട്ട് കുറവാണെന്ന് കാണാം. ഇപ്പം നല്ലൊരു പോത്തോളിലൊക്കെ പോയി ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പറിൽ പോയി അടിക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. എന്നാലും വണ്ടിക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് WRXന്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഫ്യൂവൽ ഗേജ് വരുന്നത്. അപ്പോൾ രണ്ട് വണ്ടികളിലും വെളിയിൽ നിന്ന് കാണാൻ ഒരേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ രണ്ട് വണ്ടികളും തന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ്, സിമെട്രിക്കൽ ഓൾ വീൽ ഡ്രൈവ് എന്നാണ് പറയുക. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ആണ് രണ്ട് വണ്ടികളും വരുന്നത്. കൂടാതെ ടോർക്ക് വെഞ്ചറിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടെ വണ്ടിയിലുണ്ട്. അത് സ്റ്റെബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് വീൽസ് ആണ് ചെയ്തിരിക്കുന്നത്, ഫാസ്റ്റ് വീൽസ് എന്നാണ് പറയുക. ഇതൊരു 17 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ ലോവേർഡോ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. പക്ഷെ ടയർ മാത്രം മാറ്റിയെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇതിലും വിങ് വരുന്നതല്ല, ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് വിങ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സുബറു ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ 2020 സുബാറു WRX സ്പോർട്ട് ടെക്കിൽ വരുന്നത് ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ ടർബോ ചാർജ്ഡ് ബോക്സർ എഞ്ചിനാണ്. അപ്പൊ ബോക്സർ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് വണ്ടികളിൽ മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു എഞ്ചിനാണ്. നിലവിൽ അത് ഇപ്പൊ ടൊയോട്ട, സുബാറു, പോർഷെ അങ്ങനെയുള്ള കുറച്ച് പെർഫോമൻസ് വെഹിക്കിൾസിന് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോക്സർ എഞ്ചിൻ എന്താന്ന് വെച്ചാൽ, ബോക്സർ എഞ്ചിന് ഇതിലിപ്പോ 4 സിലിണ്ടർ ആണ് വരുന്നത്. അപ്പോൾ 2 സിലിണ്ടർ ലെഫ്റ്റിലും 2 സിലിണ്ടർ റൈറ്റിലും ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അതിന്റെ പ്രവർത്തനം വരുന്നുണ്ട്. വൈബ്രേഷൻ, എഞ്ചിൻ വൈബ്രേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സൗണ്ട് അത്യാവശ്യം മെയിൻറ്റെയിൻ ആകാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നിലവിൽ ഈ വണ്ടിയിൽ ഇപ്പം 268 bhp ആണ്, 350 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ ബോക്സർ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ റെവിങ് എഞ്ചിനാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു റാലി സ്പോർട്ട് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 4th അല്ലെങ്കിൽ 3rd പോകേണ്ട ഒരു വഴിയാണേൽ അറിയാണ്ട് നമ്മൾ 4th 5th ഗിയർ ഇട്ട് പോയെ അങ്ങനെ പോവില്ല. അങ്ങനെ പോയെങ്കിൽ പോലും വണ്ടി ഓട്ടോമാറ്റിക്കലി അത് പിക്കപ്പ് ചെയ്ത് വരും. കാരണം ഒരിക്കലും ആ സ്പീഡ് ഡ്രോപ്പ് ആവാനായിട്ട് വണ്ടിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോക്സർ എഞ്ചിന് പൊതുവെ റിലയബിലിറ്റി കുറവുള്ളൊരു എഞ്ചിനാണ്. പിന്നെ അധികം ഫ്യൂവൽ എഫിഷ്യൻസിയും എഞ്ചിനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊരിക്കലും ഒരു കമ്പാരിസൺ വീഡിയോ അല്ലായിരുന്നു. എൻ്റെ 2 നല്ല സുഹൃത്തുക്കളുടെ വണ്ടി ആണിത്. അവരെ തന്നെ നോക്കിയില്ലെങ്കിൽ അവർ പൊന്നോല കൊണ്ട് നടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതിൻ്റെ 2ഉം കിട്ടിയത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.